കണ്ട സുപ്രധാന അഴിമതികളിലൊന്നായി ഇലക്ട്രൽ ബോണ്ട് മാറി എന്ന കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അത്രത്തോളം ചർച്ച ചെയ്തില്ല. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് കോടാനുകോടി രൂപ ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന്, ഏറ്റവും വലിയ കുറ്റവാളികളിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈടിൻ്റെ കാര്യം നമ്മുടെ കൂലിക്ക് പണിക്കുന്ന പണിയെടുക്കുന്നല്ലേ, അതിനെന്താ വലിയ വിശ്വാസം? നിങ്ങൾക്കുള്ള വലിയ വിശ്വാസമാണ്. രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇഡി. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇഡിയോടുള്ള വിശ്വാസം തകർന്നു പോകുകയാണെന്ന് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. ഇഡി സുതാര്യമായിരിക്കണമെന്നും നിലപാടുകളിൽ പ്രതികാരം പാടില്ലെന്നും മാസങ്ങൾക്ക് മുൻപേ സുപ്രീം കോടതി പറഞ്ഞു വച്ചിരുന്നു. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇഡിയുടെ പ്രതികാര നടപടികൾ തുടരുകയാണ്. രാഷ്ട്രീയമായി ഇഡിക്ക് ആരെയും ലക്ഷ്യം വയ്ക്കാം. അത് ആരൊക്കെയാണെന്നതാണ് പ്രസക്തമായ ചോദ്യം. ബിജെപിക്ക് വേണ്ടി കൂലിക്ക് പണിയെടുക്കുന്ന രീതിയാണ് ഇഡി ഇപ്പോൾ കൈക്കൊള്ളുന്നതെന്ന് നിസ്സംശയം പറയാം. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇഡിക്ക് ജോലി, ബിജെപിക്ക് കൂലി എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി VPP മുസ്തഫ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ. ആദ്യം അഡ്വക്കേറ്റ് P കൃഷ്ണദാസിലേക്കാണ്. BJPയുടെ പ്രതിനിധിയാണ്. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. BJPക്ക് വേണ്ടി കൂലിക്ക് പണിയെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇഡിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയും പണം നേടാനുള്ള ഒരു ഉപകരണമായി അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ വ്യാപകമായി കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഉയരുന്നൊരു വലിയ വിമർശനം എന്ന് പറയുന്നത്. നിങ്ങൾ BJPക്ക് വേണ്ടി കൂലിക്ക് ആളെ വിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇഡിയെ. ശ്രീ കൃഷ്ണദാസ്, അങ്ങേക്ക് കേൾക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കൂലിപ്പട്ടാളമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയോ എന്നതാണ് ചോദ്യം. ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ ഏത് വിഷയത്തിലാണ് ഉള്ളത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇഡി നടക്കുന്ന അങ്ങനെ ഏത് വിഷയത്തിലാണ് ഉള്ളത്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇഡി അന്വേഷണം നടക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് കണ്ടലയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ കരുവന്നൂരിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും തുടങ്ങി നിരവധിയായിട്ടുള്ള ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളിലെ കേരളത്തിൽ ഇഡി അന്വേഷണം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇഡി അന്വേഷണങ്ങളിൽ പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും കോടാനുകോടിയുടെ അഴിമതിയിൽപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, ഡൽഹി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീലിമ ഈ വിഷയം ചർച്ചക്കെടുത്തിട്ടുള്ളതെങ്കിൽ ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. അത് അന്വേഷണ ഏജൻസി ഒരാൾക്കെതിരെ കേസെടുക്കുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്കെതിരെ കേസെടുക്കുന്നു. അതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അഴിമതിയുടേതായിട്ടുള്ള രേഖകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചാൽ സ്വാഭാവികമായി ഇത് സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷണമാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളാണെങ്കിലും സംസ്ഥാന പോലീസാണെങ്കിലും ആരാണെങ്കിലും അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതിൽ യഥാർത്ഥത്തിലുള്ളൊരു അന്വേഷണത്തിൻ്റെ വസ്തുതയല്ലേ പുറത്തേക്ക് വരിക. ഇപ്പോൾ ഡൽഹിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മദ്യനയ കേസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു റാക്കറ്റ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ പഞ്ചാബിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരവാദ ബന്ധമുള്ള ആളുകളെ സഹായിക്കാം എന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്നുള്ള ആരോപണം പുതുതായി പുറത്തു വന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഒരു വിഷയം പുറത്തു വരുന്ന സമയത്ത് അതിൻ്റെ വസ്തുതകൾ ജനമധ്യത്തിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ അതിൽ കൃത്യമായി രേഖകളും തെളിവുകളും ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ നടപടി ഉണ്ടാകും. അത് സ്വാഭാവികമല്ലേ?
അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകാതെ ആ വിഷയത്തെ 11 തവണയിലധികമാണ് ED അന്വേഷണത്തിൻ്റെ ഭാഗമായി സമൻസ് കൊടുക്കാനുള്ള സാഹചര്യമുണ്ടായത്. അങ്ങനെ സമൻസ് കൊടുക്കാൻ ഏതാണ്ട് 4 മാസത്തോളമായി ED പുറകെ നടക്കാൻ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അറിയാൻ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ നിന്ന് ഫാക്ട് ഫൈൻഡിങ് നടത്താൻ. പക്ഷേ ഒന്നിനും അദ്ദേഹം വഴങ്ങിയില്ലല്ലോ. അവസാനം അദ്ദേഹം കോടതിയെ പോയി, ഹൈക്കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു. അതിലൊന്നും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾ മുമ്പിൽ നടപടിയുടെ ഭാഗമായി ഹാജരാവുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിലെന്താ തെറ്റുള്ളത്? ഇപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ കേസുകളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന്റെ കസ്റ്റഡിയിൽ എത്ര കാലം ഒരു മുൻ മുഖ്യമന്ത്രി കിടക്കുന്ന സാഹചര്യമുണ്ടായി, ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും രാജ്യത്തെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ബെനഫിഷ്യറി ആയത് BJP ആണ് എന്ന് അന്ന് തന്നെ AAP വാദം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അവിടെ ഒരു ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളിൽ നിന്ന് ഇത്തരത്തിൽ 34 കോടിയും മൊഴിയും വാങ്ങിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലേ? ശരത്ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിന് ഒന്നും അറിയില്ല, ഇത്തരത്തിൽ കേജ്രിവാളിന് ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം ആദ്യ സമയത്ത് മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു, ഇത്തരത്തിൽ വിരട്ടുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട്. 34.5 കോടി രൂപ ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി നൽകുകയാണ്. ഒപ്പം ഇത്തരത്തിലൊരു മൊഴി കൂടി, കേജ്രിവാളിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു മൊഴി കൂടി 2ാം ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാങ്ങിച്ചെടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, BJPക്ക് വേണ്ടി പണമുണ്ടാക്കാനുള്ള ഒരു കൂലിപ്പട്ടാളമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യം, അതാണ് ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ചില ക്രിമിനൽ കേസുകളിൽ യഥാർത്ഥത്തിൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ, അല്ലെങ്കിൽ അവർ മാപ്പുസാക്ഷിയായിക്കൊണ്ട് അന്ന് നടന്നിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എല്ലാ ഗൂഢാലോചനകളും തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായാൽ അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളും കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളും അവരെല്ലാവരും പ്രതി ചേർക്കപ്പെടും. നിലിമ, അത് സ്വാഭാവികമായി നമ്മുടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി പറഞ്ഞു വെക്കുന്നത് അതാണ്. അതായത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ശ്രീ VPP മുസ്തഫ, സുപ്രീം കോടതി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്, വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഇന്ന് നോക്കൂ, ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന ദില്ലി ഹൈക്കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ്. കേജ്രിവാളിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് തൻ്റെ അറസ്റ്റിനെതിരെ ഇഡിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി, അതിൽ മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് എന്താണ് ബുദ്ധിമുട്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്താണ് ബുദ്ധിമുട്ട്? ഇത്തരത്തിൽ കേജ്രിവാളിനെതിരെ ഈ മൊഴി മാത്രമല്ല, അത്തരത്തിൽ വലിയ തെളിവുകൾ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വസ്തുതകൾ ആ കോടതിക്ക് മുമ്പാകെ പറയാം. പക്ഷേ ഇത്തരത്തിൽ ഹർജി ഇന്നലെ മാത്രമാണ് കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി പറയാൻ ഒരാഴ്ചത്തെ സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേജ്രിവാളിൻ്റെ കസ്റ്റഡി 7 ദിവസത്തേക്ക് കൂടി നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 7 ദിവസം മറുപടി നൽകാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര സർക്കാരിന് നൽകുന്ന ഒരു സമീപനവും ഉണ്ടായി. അതായത് ഇക്കാര്യത്തിൽ മൊഴി മാത്രമല്ല പ്രസക്തം എന്നതല്ലേ വരേണ്ടത്? അല്ല, ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെയല്ലേ. മോഡി ഭരണത്തിൽ മോഡിയും അമിത്ഷായും ചേർന്നുകൊണ്ടുള്ള കേന്ദ്ര ഭരണത്തിൻ്റെ അച്ചുതണ്ട് അവർക്കെതിരായിട്ടുള്ള എല്ലാ ശക്തികളെയും ഇല്ലാതെ, കാരണം അവരുടെ എയിം എന്താ? പ്രതിപക്ഷ മുക്ത ഭാരതം. അതിനു വേണ്ടിയിട്ട്, കാരണം അവരുടെ RSSന്റെ അജണ്ടക്കനുസരിച്ച് ഈ രാജ്യത്തെ പരുവപ്പെടുത്തണം. അതുകൊണ്ട് എല്ലാ പ്രതിപക്ഷത്തെയും ഇല്ലാതാക്കണം. ജനാധിപത്യത്തിന്റെ മര്യാദ കണിക BJPക്കില്ല, RSSനില്ല. അത് മോഡിക്കും അമിത്ഷായുടെയും അയലത്തുകൂടെ പോയിട്ടില്ല. അതുകൊണ്ട് എന്തും അവർ ചെയ്യും. ഇവിടെ കൃഷ്ണദാസ് എന്തൊരു നല്ല സാരോപദേശമാണ് നടക്കുന്നത്. അയ്യോ, ED ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്, നിയമമാണ്, കടലാസാണ്. ഇപ്പൊ നീലിമ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ സംഭവം നോക്കൂ. നിങ്ങൾ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ എല്ലാ തെളിവുകളുടെ നിങ്ങളെ കൈവശം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെങ്കിൽ
എല്ലാ സജ്ജീകരണത്തോടും കൂടിയാണ് നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെങ്കിൽ എന്തിനാ വീണ്ടും ഒരാഴ്ചത്തെ സമയം അല്ലെങ്കിൽ വീണ്ടും നീട്ടി സമയം ചോദിക്കേണ്ട ആവശ്യം? ഇത് അവിടെ മാത്രമല്ലല്ലോ നീലിമ നടക്കുന്നത്, കേരളത്തിൽ എന്താ നടന്നത്? ഇന്നിപ്പോ വീണ്ടും തോമസ് ഐസക്കിന് 7ാമത്തെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ED. ഏപ്രിൽ മാസം 2-ാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞിട്ട്. ഒരു വർഷമായി കേരള ഹൈക്കോടതിയിൽ EDയുടെ ഈ നോട്ടീസുകൾക്കെതിരെ, ഇതിനു മുമ്പ് 6 കൊടുത്തല്ലോ, 6 നോട്ടീസുകൾക്കുമെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുക. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എത്ര തവണ EDയോട് ആവശ്യപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്? തോമസ് ഐസക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വിവരങ്ങളാണ് അറിയേണ്ടത്? എത്ര സമയം നീട്ടി ചോദിച്ചു. ആദ്യം ഒരാഴ്ചത്തെ സമയം ചോദിച്ചു, പിന്നെ 1 മാസത്തെ സമയം ചോദിച്ചു, പിന്നെ 6 മാസത്തെ സമയം ചോദിച്ചു. എന്നിട്ട് ഇന്നേ വരെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ EDക്ക് ഇന്ന കാര്യത്തിനാണ്, ഇന്ന ആവശ്യത്തിനാണ് ഞങ്ങൾ തോമസ് ഐസക്കിനെ വിളിപ്പിക്കുന്നതെന്ന്? അതുകൊണ്ടല്ലേ ആദ്യം നൽകിയ EDയുടെ നോട്ടീസുകൾ പിൻവലിച്ച് കണ്ടം വഴി ഓടേണ്ടി വന്നത്? ഐസക്കിനെതിരായ കേസിൽ കണ്ടം വഴി ഓടിയില്ലേ, നോട്ടീസ് പിൻവലിച്ചില്ലേ? അതിനുശേഷം ഇപ്പൊ വീണ്ടും പുതിയ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുക. അത് കൊടുക്കുന്നത് എപ്പോഴാ? മെയ് 22. കേരള ഹൈക്കോടതിയിൽ നടന്നു വരുന്ന കേസ് തീർന്നിട്ടില്ല. മെയ് 22ലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസ്. EDയുടെ തന്നെ ആവശ്യപ്രകാരമാണ് മെയ് 22ലേക്ക് അവരാവശ്യപ്പെട്ട സമയം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വേനലവധിക്ക് ശേഷം മെയ് 22ലേക്ക് ഹൈക്കോടതി ആ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നേരത്തെ കൊടുത്ത EDയുടെ നോട്ടീസിന്റെ മേൽ. അപ്പോഴാണ് ഇപ്പൊ വീണ്ടും ഈ നോട്ടീസ് അതിനിടയിൽ ഏപ്രിൽ 2ലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നാടകമല്ലേ? നാടകമല്ലാതെ മറ്റെന്താണ്? ഒരു കടലാസ് അവരുടെ കയ്യിലില്ല, ഒന്നും അവർക്ക് ഉണ്ടാകേണ്ടതും വേണ്ട. ഇന്ന് ഗോവിന്ദ മാഷ് ഉപയോഗിച്ച വാചകം അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വരുന്നത്. ED ജോലി എടുക്കുന്നു, അതാർക്ക് വേണ്ടിയിട്ടാ? BJPക്ക് കൂലി കിട്ടാൻ. അത് നമ്മൾ ഇലക്ടറൽ ബോണ്ടിൽ കണ്ടില്ലേ? ഇവിടെ വലിയ നീതിസാരം പറയുന്ന കൃഷ്ണദാസോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ടറൽ ബോണ്ടിന്റെ വിവരങ്ങൾ എങ്ങനെയാ കൃഷ്ണദാസെ പുറത്തു വന്നത്? നിങ്ങളുടെ BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് അത് വിവരാവകാശ നിയമത്തിൽപ്പെടുത്തിയിട്ട് വെളിച്ചത്ത് വന്നതാണോ? നിങ്ങൾ ആ നിയമത്തിൽ പറഞ്ഞത് ഇലക്ടറൽ ബോണ്ട് വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും ആരും ലോകമറിയേണ്ടതില്ല, പരമരഹസ്യമായിരിക്കുമെന്നല്ലേ? CPIM കൊടുത്ത കേസിൽ സുപ്രീം കോടതിയുടെ ധീരമായ നടപടി വന്നപ്പോഴല്ലേ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നത്? പുറത്തു വന്നപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വമ്പൻ രാഷ്ട്രീയ അഴിമതിയാണ് അതെന്ന് മനസ്സിലായില്ലേ? 31 കടലാസ് കമ്പനികൾ, 31 കടലാസ് കമ്പനിയാ. എവിടെയാണ്, ഏത് നാട്ടിലാണ്, എവിടെയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പോലും അറിയില്ല. ഈ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. എന്താ ED അതിന്റെ പുറകെ പോകാത്തത്? 31 കടലാസ് കമ്പനി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കള്ളപ്പണമല്ലേ? കള്ളപ്പണം അന്വേഷിക്കുന്ന ഏജൻസി എന്നുള്ള ED പോകണ്ടേ? ഇനി ED പോയ 41 കമ്പനികളുടെ കേസ് എങ്ങനെയാ? ED റെയ്ഡ് നടത്തി തട്ടിപ്പുണ്ട് വെട്ടിപ്പുണ്ട് എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ 41 കമ്പനികൾ എന്താ ചെയ്തത്? അവര് ബോണ്ട് വാങ്ങിച്ച് കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ ആഫീസിൽ കൊണ്ടുവന്ന് തന്നപ്പോ പിന്നെ EDയുടെ തുടരന്വേഷണമില്ല. ആ അന്വേഷണങ്ങൾ അവിടെ നിലച്ചുപോയില്ലേ? നിങ്ങളിപ്പോ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി 1 വർഷമായി ഡൽഹി ജയിലിൽ കിടക്കുകയാണ്, അത് കേസുണ്ടായത് കൊണ്ടല്ലേ എന്ന് BJP പ്രതിനിധി വാദിക്കുക. മഹാരാഷ്ട്രയിലെ നിങ്ങളുടെ ഉപമുഖ്യമന്ത്രി ആരാ? മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അദ്ദേഹത്തെ അജിത് പവാർ, ആ അജിത് പവാർ NCPയുടെ നേതാവായിരുന്നപ്പോൾ അമിത്ഷാ നടത്തിയ പ്രയോഗം എന്താ? BJP പ്രതിനിധി നാച്ചുറൽ കറപ്ഷൻ പാർട്ടി എന്നാണ്. നാച്ചുറൽ NCP എന്നതിന് അമിത്ഷാ കൊടുത്ത നിർവചനം അങ്ങനെയാ. ആ നാച്ചുറൽ കറപ്ഷൻ പാർട്ടിയുടെ അന്നത്തെ നേതാവ്, അതിന്റെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് അമിത്ഷാ തന്നെ പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞത്, മോഡി പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞത് അജിത് പവാർ. ആ അജിത് പവാറിനെതിരെയുള്ള കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അദ്ദേഹം മറുകണ്ഠം ചാടി കാലുമാറ്റം നടത്തി നിങ്ങളുടെ കൂടെ രണ്ടുമല്ല. ശ്രീ VPP മുസ്തഫ 27,000 കോടി രൂപയുടെ ക്രമക്കേടാണ് അന്ന് ആരോപിക്കപ്പെട്ടത്. പക്ഷേ BJPയിലെത്തിയതിനു ശേഷം ആ കേസിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇതാണ് രാജ്യത്തെ ഒരു പൊതുവായ സ്ഥിതി എന്ന് പറയുന്നത്. വരുത്തേണ്ടവരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി വരുതിയിലേക്ക് വരുത്തും. അതോടെ EDയും അതുപോലെ IT-യും എല്ലാം നിശബ്ദമാകുന്നൊരു സാഹചര്യമാണ് വരുന്നത്. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയിലേക്കാണ്. വസന്ത് തെങ്ങുംപള്ളി, നിങ്ങൾക്ക് EDയോടുള്ളൊരു മനോഭാവത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടോ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ കാര്യത്തിൽ? കാരണം ഇപ്പോൾ 31-ാം തീയതി നിങ്ങൾ വലിയൊരു മാർച്ച് നടത്താൻ പോകുകയാണ് AICCയുടെ നേതൃത്വത്തിൽ. ഒന്ന്, നിങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്ത നടപടി, അതുപോലെ കെജ്രിവാളിൻ്റെയും
ഹേമന്ത് സോറന്റെയും അറസ്റ്റിനെതിരായ, അവരെ ജയിലിലിട്ടതിനെതിരായ ഒരു പ്രതിഷേധം എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് മാർച്ച് 31-ാം തീയതി. ഇവിടെ നിങ്ങൾ ദേശീയ തലത്തിലെടുത്ത നിലപാടിന് വിരുദ്ധമായ നിലപാടുകളാണ് എക്കാലവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിൽ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. നിങ്ങളുടെ നിലപാടിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റമുണ്ടോ? കേരളത്തിൽ ഇഡി എടുത്ത കേസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ നിലവിലത്തെ സ്റ്റാറ്റസ് കോ കാണുമ്പോൾ മനസ്സിലാവും ഈ കേസ് എവിടെ പോയി നിൽക്കുന്നു. നോക്കൂ, കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അന്വേഷണം എവിടെ എത്തി? അന്ന് CPM ജില്ലാ സെക്രട്ടറിയും സഹകരണ വകുപ്പിന്റെ തന്നെ മന്ത്രിയുമായ AC മൊയ്തീനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, നാളെ രാവിലെ ജയിലിലേക്ക് വിടും എന്നായിരുന്നല്ലോ ഇഡിയുടെയും BJPയുടെയും ഭാഷ്യം. ആ കേസ് എവിടെ പോയി നിൽക്കുന്നു? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ലൈഫ് മിഷൻ കേസ് ഈ പാനലിലുള്ളവർ എല്ലാവരും തന്നെ അഡ്വക്കേറ്റ്സ് ആണ്, എന്നെക്കാളും സീനിയറുമാണ്. അവർക്ക് പറയാമല്ലോ, ലൈഫ് മിഷൻ കേസ് ഒരു അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്ലേസ് ഓഫ് ഒക്കുറൻസിൽ അന്വേഷണ ഏജൻസി എത്തേണ്ടതായിട്ടുണ്ട്. അതിന് മ്യൂസിയം പോലീസ് ആണെങ്കിലും ED ആണെങ്കിലും പ്ലേസ് ഓഫ് ഒക്കുറൻസ് ഏതാ? ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസാണ്. ആരാണ് ലൈഫ് മിഷൻ ചെയർമാൻ? ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ അന്വേഷണ ഏജൻസി എത്തിയിട്ടില്ല. ലൈഫ് മിഷൻ കേസും വൃതാവിൽ തന്നെ ആയിട്ടുണ്ട്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതുപോലെയായിരിക്കും ഈ കേസുകളും. ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മാസപ്പടിയുമായി ബന്ധപ്പെട്ടും അതിനുശേഷം ഉണ്ടായ ഓരോ കേസുകളുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് ഉയർത്തിവിട്ട ഓരോ ആരോപണത്തിലും ഞങ്ങൾ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ED ഈ അസ്ഥാനത്തെ ഒരു അമ്പെയ്ത്ത് അത് ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് ചെറിയൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട്, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്, ഞങ്ങൾ തമ്മിൽ പോരാട്ടത്തിലാണ് എന്ന് കാണിച്ചു വരുത്താൻ വേണ്ടിയാണ് എന്നാണ് ഞങ്ങളുടെ ആരോപണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് കരുവന്നൂർ കേസ് അവിടെ നിൽക്കുന്നു? ഈ പറയുന്ന ലൈഫ് മിഷൻ കേസ് അവിടെ നിൽക്കുന്നു? ED കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും ED ഇതാ ഞങ്ങൾ ഇപ്പോൾ പിടിക്കാൻ പോകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന അല്ലാതെ യാതൊരുവിധ നടപടികളും ED സ്വീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയോട് വിവിധ ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചില്ലേ, ED ഏതെങ്കിലും കേസിൽ നിങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതേ അന്വേഷണ ഏജൻസിയാണ് SFI കൊടുത്ത് അഫിഡവിറ്റ് പറയുന്നത് 2018-ലും 2021-ലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി അന്വേഷണം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. 18-ലും 21-ലും നടന്ന അന്വേഷണത്തിൽ ED ഒരു FIR പോലും ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? 3-4 വർഷമായി SFIയുടെ അഫിഡവിറ്റ് ആണ്. തള്ളി പറയാൻ പറ്റുമോ? BJP പ്രതിനിധിക്കെങ്കിലും തള്ളി പറയാൻ പറ്റുമോ? കരുവന്നൂർ കേസ് അവിടെ പോയി നിൽക്കുന്നു, കൊടകര കുഴൽപ്പണ കേസ് അവിടെ നിൽക്കുന്നു. ഇതൊക്കെ വെറും പരസ്പര സഹകരണ സംഘങ്ങളായി സെറ്റിൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ BJPയുടെ നയം ജയിൽ ഓർ ജോയിൻ തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഒന്നേ ജയിലിൽ പോകാം, ഇല്ല ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവരെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാന്നുള്ളതല്ല, അവരുമായി ചേർന്ന് പോവുക, അവരുടെ ചില സെറ്റിൽമെന്റുകൾക്ക് തയ്യാറാവുക. അതാണ് കുടകര എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. കുടകര സെറ്റിൽ ചെയ്യുമ്പോൾ കരുവന്നൂർ സെറ്റിൽഡ് ആയി എന്നുള്ള ആരോപണം മുമ്പോട്ട് വെച്ചാൽ അതിനെ പൊതുജനം ഏതായാലും തള്ളിക്കളയില്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഒരു സെറ്റിൽമെന്റ് ഇവിടെ ഉണ്ടാകുന്നു. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് BJPയും CPM-ഉം തമ്മിൽ ഒരു സെറ്റിൽമെന്റ് നടക്കുന്നു, അതുകൊണ്ടാണ് ഇവിടെ നടപടികൾ ഒന്നും ഇല്ലാത്തത്. ശ്രീ A. സജീവൻ, ഇവിടെ താങ്കൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇവിടെ നിരന്തരം പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു മുറവിളി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ ED എത്തുന്നില്ല എന്ന്. എത്തുമ്പോഴെല്ലാം പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് എന്നാണ്. ഇത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാകാൻ CPM-ന് അതിന്റെ ഒരു ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഇപ്പോൾ? ഇല്ല, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ കാര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കേസ് തന്നെ ഇല്ലാതിരിക്കുകയാണല്ലോ വേണ്ടത്. അതെ, ഇപ്പൊ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തങ്ങളുടെ നേരെ ഒരു ചീത്തപ്പേരുണ്ടാക്കി ED-യെ കൊണ്ട് അന്വേഷിപ്പിച്ച് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും അതൊക്കെ രാഷ്ട്രീയമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ആരോപണങ്ങൾക്ക് അപ്പുറത്തൊന്നുമില്ല. ED എന്ന് പറയുന്നത് നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ ഒരു ആയുധമാണ്. അത് ഞാൻ പറയുന്നതല്ല, പലതവണ സുപ്രീം കോടതി പരോക്ഷമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു 4-5 ദിവസം മുമ്പേ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് പരസ്യമായിട്ട് പൊതുരംഗത്ത് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം തന്നെ ED-യുടെ വിശ്വാസ്യതയെ കുറിച്ചാണ്. അതായത് മണി ലോണ്ടറിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ അത് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ ED-ക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ അത് അപമാനമായിട്ട് മാറുമെന്ന് പറഞ്ഞത് സാധാരണക്കാരാരുമല്ല, സുപ്രീം കോടതി ജഡ്ജാണ്. അങ്ങനെ കേന്ദ്രം കയറൂരി വിടുമ്പോൾ
ഇ ഡിയെ പോലുള്ള അന്വേഷണ ഏജൻസികളെ കയറൂരി വിടുമ്പോൾ തങ്ങളുടെ അജ്ഞാനവർത്തികളാകുമ്പോൾ അത് രാജ്യത്തിന് അവമാനമായി ആകും എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല സുപ്രീം കോടതി ജഡ്ജാണ്. ഇനി സുപ്രീം കോടതിയുടെ പല ഘട്ടത്തിലുള്ള പല ജഡ്ജിമാരുടേതായിട്ടുള്ള പരാമർശങ്ങളും മറ്റും അതുപോലെ നോക്കിയാൽ അറിയാം ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത. ഇപ്പൊ ഇ ഡി എന്ന് പറയുന്നത് വിശ്വാസ്യത ഉണ്ടാകേണ്ട ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. CBI അതേപോലെ തന്നെ വിശ്വാസ്യത ഉണ്ടാകേണ്ട അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ ഈ അന്വേഷണ ഏജൻസികളെല്ലാം മൂക്കുകയറിട്ട് പിടിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഇപ്പൊ കേരളത്തിൽ പോലും ഈ തരത്തിൽ ഇ ഡിയെ കൊണ്ടുവന്നിപ്പോ ഐസക്കിന്റെ കാര്യത്തില് ഐസക്കിനെ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മനസ്സും ശരീരവും ഒക്കെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയാൽ മാത്രമേ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെ ഇറങ്ങേണ്ട സ്ഥാനാർത്ഥി ജയമോ പരാജയമോ എന്താണ് വരുന്നത് ജനം തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയുടെ പിന്നാലെ പോയിട്ട് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, മാന്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചൊറിയല്ല, മാന്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇ ഡി. ഇത്തരത്തില് ഒരു പല ആളുകളെയും ഇവിടെ കേരളത്തിൽ മാത്രമല്ല പുറത്തു പോലും ഈ അന്വേഷണ ഏജൻസികൾ ഈ ഭീകരമായ രൂപത്തിൽ പീഡിപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, നീതിപീഠത്തിന് തന്നെ പറയേണ്ടി വരുന്നു. എവിടെ നിങ്ങളുടെ തെളിവുകൾ ഇപ്പൊ കേജ്രിവാളിന്റെ കാര്യത്തിൽ പോലും തെളിവ് ഇത്രയും കാലമായിട്ട് അന്വേഷിച്ച കേസാണ്. ഡൽഹി മദ്യനയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇന്നലെ ഒരു അന്വേഷണം നടത്തിയിട്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തല്ല, കുറെ കാലമായിട്ട് 2021 മുതൽ ഉണ്ടായ ഒരു നിയമ നടപടിയാണ്. ആ പ്രോസസ്സാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടായിട്ട് ഒരു തെളിവും ഇല്ലാതെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക? അദ്ദേഹത്തെ എങ്ങനെയാണ് ജയിലിലിടുക? എന്നിട്ടും ഇപ്പോ ജാമ്യാപേക്ഷ വന്നപ്പോ ഞങ്ങൾക്ക് തെളിവുകളിന് ഹാജരാക്കാൻ സമയം വേണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പിറകിൽ താല്പര്യങ്ങൾ തന്നെയാണുള്ളത്. ഇ ഡിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവില്ല, ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊക്കെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ താല്പര്യമാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ്. നാളെ അധികാരത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഇതേ രീതിയിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചാൽ എന്തായിരിക്കും തങ്ങളുടെ സ്ഥിതി എന്ന് മനസ്സിലാക്കണം. അതേപോലെ ഇന്ന സംസ്ഥാനത്ത് പോകുമ്പോൾ മാത്രം ഞങ്ങൾ അതിനെ കുറ്റം പറയും, ഇവിടെ വന്നാൽ കുറ്റം പറയില്ല എന്ന് പറയുന്ന 4 വോട്ടിന് വേണ്ടിയുള്ള രീതിയിലേക്ക് പോകരുത്. കാരണം അന്വേഷണ ഏജൻസി അന്വേഷിക്കാവുന്നത് ഇതൊക്കെ ഇവർക്കൊക്കെ അന്വേഷിക്കാം. ഇവിടെ എല്ലാ സാമ്പത്തിക കുറ്റങ്ങളെ കുറിച്ചും എല്ലാ ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ചും ഒക്കെ അന്വേഷിക്കാൻ ഇവിടെ അന്വേഷണ ഏജൻസികൾക്ക് അധികാരമുണ്ട്. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രസ്താവന ഇറക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇവിടെ കേരളത്തിലൊക്കെ ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രസ്താവന ഓരോ ദിവസം പത്രങ്ങൾക്ക് രഹസ്യമായിട്ട് അവരുടെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു കൊടുക്കുക. കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പേ പോലും ചെയ്യുന്നുണ്ടെങ്കിൽ താല്പര്യം എന്തായിരിക്കും? അപ്പൊ അന്വേഷണ ഏജൻസികളെ ഈ കയറൂരി വിടുന്ന പരിപാടി അത് ഇപ്പൊ മാത്രമല്ല പണ്ടും ഉണ്ടായിട്ടുണ്ട്. കൂട്ടിലടക്കപ്പെട്ട തത്ത എന്ന് ഈ CBI കുറിച്ച് കോടതി പറഞ്ഞത് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമല്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ തങ്ങൾക്കെതിരായിട്ട് കാര്യങ്ങൾ വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഫണ്ടിനെ കുറിച്ച് ഇവിടെ നേരത്തെ ചർച്ചയിൽ പറയുന്നത് കേട്ടല്ലോ. കോൺഗ്രസിന്റെ ഫണ്ട് അവരുടെ ഫണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ഫണ്ടുകളുടെ ഈ നികുതി അടക്കേണ്ട കാര്യമില്ല. അവർ കൃത്യമായിട്ട് അതിന്റെ റിട്ടേൺ കൊടുക്കൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ആ റിട്ടേൺ കൊടുക്കാൻ വൈകിയത് കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമാണ്. അതിന്റെ പേരിൽ മുഴുവൻ ഫണ്ടും ഫ്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് മാത്രം ന്യായീകരിക്കുക, മറുഭാഗത്ത് ന്യായീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തെറ്റായ നിലപാടാണ്. കൃത്യമായിട്ടും ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് അപലപിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ അപലപിക്കുക തന്നെ വേണം. ഞാനിവിടെ പറയുന്നത് എന്റെ പേഴ്സണലായിട്ട് അഭിപ്രായമല്ല, സുപ്രീം കോടതിയുടെ പല വിഭാഗത്തുള്ള പരാമർശങ്ങള്, പല നിരീക്ഷണങ്ങള്, അതേപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതി ജഡ്ജ് പരസ്യമായി നടത്തിയ പ്രസംഗം അത് രാജ്യത്തിന് നാണക്കേടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ നാണക്കേട് ഉണ്ടാക്കണമോ എന്ന് ഭരിക്കുന്നവരും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്.
ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ പണസമാഹരണത്തിനുള്ള ഒരു മാർഗമായി ഈ അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും അധികം അനാവരണം ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നം വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ വലിയ നീക്കങ്ങളൊന്നും ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ ഉണ്ടാകുമായിരുന്നില്ല. നോക്കൂ, നമ്മുടെ മുന്നിൽ ചില കണക്കുകളുണ്ട്. അതായത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് സാന്റിയാഗോ മാർട്ടിൻ്റെയാണ്. അതുപോലെ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, വേദാന്ത, ഇങ്ങനെയൊക്കെയുള്ള DLF ഗ്രൂപ്പ് പോലും, വസന്ത് തെങ്ങുംപള്ളി പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് DLF ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പുകളിലെല്ലാം ഒരു സുപ്രഭാതത്തിൽ റെയ്ഡ് നടത്തുകയാണ്. ഈ റെയ്ഡ് നടന്ന് തൊട്ടു പുറകെ 100 കോടിയും 75 കോടിയും 105 കോടിയുമൊക്കെ ഇലക്ട്രൽ ബോണ്ടുകളായി സമാഹരിക്കപ്പെടുകയാണ് രാജ്യത്ത്. ഇങ്ങനെ കൊടുത്തതാരെന്നറിയേണ്ട, വാങ്ങിയതാരെന്നറിയേണ്ട. പക്ഷേ ഈ കണക്കുകളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ അനാവൃതമാക്കപ്പെട്ടപ്പോഴാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ജീർണിച്ച മുഖം നാട്ടുകാർ കാണാനിടയായത്. യഥാർത്ഥത്തിൽ ആ അസഹിഷ്ണുത മറച്ചുവെക്കാനല്ലേ നിങ്ങൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ വേട്ടയാടലുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? കൃഷ്ണദാസ്. നീലിമ, കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ ഒരാളാണല്ലോ നീലിമ. എത്രയോ കാലമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒറ്റ കാര്യമേ ഈ കാര്യത്തിൽ ചോദിക്കാനുള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീ മുസ്തഫ പറഞ്ഞപ്പോഴും ശ്രീ എ സജീവൻ പറഞ്ഞപ്പോഴും വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞപ്പോഴുമെല്ലാം അവർ BJP എന്തോ തെറ്റായൊരു നടപടി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ED അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കാൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരെയും ED വേട്ടയാടുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തോമസ് ഐസക്കിൻ്റെ ഉദാഹരണവും അതുപോലെ തന്നെ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ശ്രീ മുസ്തഫ പറയുന്ന സമയത്ത് അത് ഡൽഹിയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, അദ്ദേഹം മറ്റുള്ളവരുടെ പേരുകൾ പറഞ്ഞില്ല. നീലിമ, എനിക്ക് ഇവരോടെല്ലാം ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. അങ്ങനെ ED ജോലി ചെയ്യുന്നതിൻ്റെ കൂലിയെല്ലാം BJPക്കാണ് കിട്ടുന്നതെങ്കിൽ CPM എത്ര രൂപയാണ് BJPക്ക് കൊടുത്തിട്ടുള്ളത്? അവരത് ജനങ്ങളോട് പറയണ്ടേ? കരുവന്നൂരിൽ CPMന്റെ നേതാക്കന്മാർ അന്വേഷണം നേരിടുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CPIM BJPക്ക് കൊടുത്തുവെന്നോ? അല്ല, ഞാൻ സിമ്പിൾ ചോദ്യമല്ലേ ചോദിച്ചത്. അതായത് ED ജോലി എടുക്കുന്നതിന്റെ കൂലി BJPക്കാണ് കിട്ടുന്നതെങ്കിൽ കേരളത്തിൽ ചോദിക്കാമോ? അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് തന്നെ ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. അതായത് BJPക്ക് ED ജോലി എടുക്കുന്നതിൻ്റെ കൂലി കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ കുറേ കാരണങ്ങളാണല്ലോ മറ്റുള്ള ആളുകളെല്ലാം നിരത്തിയത്. അതേ കാര്യം തന്നെയാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. കേരളത്തിൽ സഹകരണ സംഘങ്ങളുമായി നടക്കുന്ന EDയുടെ അന്വേഷണങ്ങൾ, കേരളത്തിൽ നടക്കുന്ന മറ്റ് അന്വേഷണങ്ങൾ EDയുടെ, ആ അന്വേഷണങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട വിരലുകളും ചൂണ്ടിയിരിക്കുന്നത് ED CPMൻ്റെ നേതാക്കന്മാർക്കെതിരെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ പണം കിട്ടിയിട്ടുണ്ടാവുക CPMൽ നിന്നാവില്ലേ? അത് CPM നേതാക്കന്മാരൊന്ന് പറയണ്ടേ? മുസ്തഫ ഒന്ന് പറയേ, BJPക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങളുടെ നേതാക്കന്മാർ തന്നിട്ടുള്ളത്? തോമസ് ഐസക്കും ED അന്വേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നടന്നിട്ടുള്ള AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ, CPMൻ്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തതിൽ അവരെല്ലാം കൂലിയായി BJPക്ക് എത്ര രൂപ കൊടുത്തു? മുസ്തഫ ഒന്ന് പറയട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അങ്ങനെ പണം കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ BJPക്ക് ഇതിൻ്റെ ഏതെങ്കിലും ബെനിഫിറ്റ് കിട്ടിയതാണോ? വെറുതെ നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാം, ചർച്ചകളിൽ വന്നിരുന്ന് എന്തും പറയാം എന്നുള്ള ധിക്കാരവും അഹങ്കാരവും കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ അതെല്ലാം ഇതൊന്ന് പരസ്യപ്പെടുത്തിയതിന് ശേഷം നമുക്കാവാം. മുസ്തഫ ഒന്ന് പറയട്ടെ, കണക്കുകൾ നിരത്തി എവിടെയാണ് പണം കിട്ടിയിട്ടുള്ളത്? കണ്ടളിയിൽ അന്വേഷണം നടത്തിയപ്പോൾ പണം കൊടുത്തിട്ടുണ്ടോ? ഇനി
കരുവന്നൂരിൽ അന്വേഷണം നടത്തിയപ്പോൾ പണം കൊടുത്തിട്ടുണ്ടോ? ഇനി വേണ്ട, തോമസ് ഐസക്കിന് നോട്ടീസ് കിട്ടിയപ്പോൾ അദ്ദേഹം പണം കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് പറയട്ടെ, നമുക്ക് മനസ്സിലാകുമല്ലോ ബി ജെ പിക്ക് പണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ബി ജെ പിക്ക് പണം കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പം ഞാൻ ചോദിച്ചതിന് കൃത്യമായി നീലിമൊക്കെ മനസ്സിലായി കാണുമല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം മുസ്തഫ പറയട്ടെ, എത്ര കൊടുത്തു എന്ന്. ബി ജെ പിക്ക് എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ എന്ന്. അതുപോലെ അദാനിയുടെ ചില കടലാസ് കമ്പനി സാന്റിയാഗോ അല്ലല്ല സാന്റിയാഗോ മാർട്ടിന്റെ പണം ഏറ്റവും ആദ്യം കേരളത്തിൽ വാങ്ങിയത് CPM ആണെന്നേ. അല്ലെന്നേ, സാന്റിയാഗോ മാർട്ടിന്റെ പണം ഏറ്റവും ആദ്യം സാന്റിയാഗോ മാർട്ടിനെ വിരട്ടി ഭീഷണിപ്പെടുത്തി അവിടെ 3-4 തവണ റെയ്ഡ് നടത്തി സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചെടുത്തു എന്നതിന്റെ കണക്കുകളുണ്ട്. ശ്രീ വി പി പി മുസ്തഫ എന്തായാലും CPIM BJP പണം കൊടുക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായി കാണില്ലല്ലോ. ഇവിടെ വളരെ കൃത്യമായ രാഷ്ട്രീയ വേട്ടയാടലാണ് നടന്നത്. ഇവിടെ ശ്രീ കൃഷ്ണദാസ്, ഞാൻ പറഞ്ഞു നോക്കൂ, ചില കമ്പനികളെ, ചില ബിസിനസ് ഗ്രൂപ്പുകളെ നിങ്ങൾ വിരട്ടി പണം വാങ്ങുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് നിൽക്കക്കള്ളിയില്ലാതെ ദേശീയ നേതാക്കൾക്കെതിരെ നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് എന്ന രാഷ്ട്രീയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ശ്രീ വി പി അത് നിയമപരമല്ല എന്ന് അഭിഭാഷകനാണല്ലോ താങ്കൾ. ഹൈക്കോടതിയിലെ അറിയപ്പെടുന്ന മുതിർന്ന അഭിഭാഷകനാണല്ലോ താങ്കൾ. നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിലെ വിധിച്ചത് പി കൃഷ്ണദാസ്. ഇലക്ട്രൽ ബോണ്ട് നിയമപരമായി നടന്നൊരു പ്രക്രിയയാണ്. ആ നിയമപരമായി നടന്നൊരു അല്ല, ഇവിടെ ഇപ്പോഴും നോക്കൂ, ഇന്ന് ശ്രീ കൃഷ്ണദാസ് ചെന്നുപെട്ട ഒരു ദുരന്തം അദ്ദേഹത്തിന് എന്താ പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല. ഒരു ലോജിക്കും ഒരു യുക്തിയും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ ഫീഡിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പറയാവുന്ന എന്തെങ്കിലും നല്ല വാദങ്ങൾ കിട്ടുന്നില്ല. അതിന്റെ പരിഭ്രാന്തിയിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇലക്ടറൽ ബോണ്ട് നിയമപരമാണ് എന്നുള്ളത് നിങ്ങളുടെ വാദമാണ്. പക്ഷെ 5 വർഷം നിങ്ങളത് നടത്തി കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ എല്ലാ വാദവും, സുപ്രീം കോടതിയിൽ നിങ്ങളുടെ സീനിയർ വക്കീലന്മാർ, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ അത്രയും വാദിച്ചു. പക്ഷെ കൃഷ്ണദാസ് എന്നിട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം, നിയമവിരുദ്ധം, അതുകൊണ്ട് റദ്ദാക്കി. അതില്ല. ഇപ്പോ നിങ്ങൾ പറയുന്ന പോലെ നിയമപരമായിരുന്നുവെങ്കിൽ, അതിലെന്തെങ്കിലും ചെറിയ പോരായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അത് സുപ്രീം കോടതി ആ പോരായ്മ നീക്കിയിട്ട് നിലനിർത്തുമായിരുന്നില്ലേ? അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറയുമായിരുന്നില്ലേ? റെക്ടിഫൈ ചെയ്യാൻ പറയുമായിരുന്നില്ലേ? പകരം സുപ്രീം കോടതി ചെയ്തതെന്താ? അത് ഭരണഘടനാ വിരുദ്ധം, നിയമവിരുദ്ധം എന്ന് പറഞ്ഞ് റദ്ദാക്കി. ഇനിയും അത് നിയമപരം എന്ന് വാദിക്കല്ല. എന്തിനാ നിങ്ങൾ അങ്ങനെ വാദിക്കുന്നത്? ഇവിടെ നിങ്ങൾ ചോദിച്ചത് എവിടെ കിട്ടി BJPക്ക് കൂലി കിട്ടിയെന്നാണ്. 8,521 കോടി രൂപ, ഒന്നും രണ്ടും അല്ല, 8,521 കോടി രൂപ. ആരിൽ നിന്നാ? ഞാൻ കമ്പനികളുടെ പേര് പറഞ്ഞില്ലേ, നീലിമയും പറഞ്ഞില്ലേ. എന്തേ താങ്കൾ അതിന് മറുപടി പറയാത്തത്? 31 കടലാസ് കമ്പനികൾ, അഡ്രസ് ഇല്ല, ഊരില്ല, പേരില്ല. എന്റെ ED അതിന്റെ പുറകെ പോകാത്തത്? 41 റെയ്ഡ് തുടങ്ങിയതായിരുന്നു. പക്ഷേ എന്റെ ചോദ്യം സിമ്പിൾ. അതുകൊണ്ട് അതെന്താ പറയുന്നത്? അതെന്താണ് കൃഷ്ണദാസ് പറയുന്നത്? പ്ലീസ് സഹിഷ്ണുതയോടെ നിൽക്കൂ. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതിലേക്ക് തന്നെയാണ് കൃഷ്ണദാസ് വരുന്നത്. അതിലേക്ക് തന്നെയാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. കൃഷ്ണദാസ് എന്തിനാ ഇങ്ങനെ വിരളി പിടിക്കുന്നത്? കൃഷ്ണദാസെ ഉത്തരമില്ലെങ്കിൽ വിരളി പിടിക്കാതെ ഞാൻ ആ ഉത്തരമാണ് പറയുന്നത്. സഖാവ് തോമസ് ഐസക്ക് നിങ്ങളുടെ ഓഫീസ് മുറിയിലേക്ക് വന്നില്ല, ഒരു BJPക്കാരനെയും പുറകെ പോയില്ല, ഹൈക്കോടതിയിലാ പോയത്. ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തുന്ന തോമസ് ഐസക്ക് എന്തിനാ BJPക്കാരന് വന്നിട്ട് പണം തരണം? അതുകൊണ്ട് BJPക്കാരന് CPM പണം തന്നിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് DLF-ൽ നിന്ന്. ആരതാ DLF? റോബർട്ട് വദ്രയുമായിട്ട് ബന്ധമുള്ളതല്ലേ? നിങ്ങൾ എന്തിനാ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, സോണിയാഗാന്ധിയുടെ മരുമകൾ റോബർട്ട് വദ്രയുടെ ബന്ധമുള്ള DLF-ൽ നിന്ന് നിങ്ങൾ 70 കോടി രൂപ, 140 കോടി രൂപ കൈപ്പറ്റിയത്? നിങ്ങൾ അത് കൈപ്പറ്റിയിട്ട് CPM-നോട് ചോദിക്കുക. CPM നിങ്ങളുടെ പുറകെ വന്നിട്ടില്ല, നിങ്ങളോട് അഡ്ജസ്റ്റ്മെന്റിനും വന്നിട്ടില്ല. പകരം ഒരു വർഷമായിട്ട് കേസ് നടക്കുന്നു. എന്തേ കൃഷ്ണദാസെ എന്തേ കൃഷ്ണദാസെ EDക്ക് ഒരു വർഷമായി കേരള ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്?
അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക്ക് നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ഇന്ന് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുമായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? അപ്പൊ നിങ്ങളുടെ ഈടിന്റെ കയ്യിൽ കടലാസില്ല, തെളിവില്ല, നിങ്ങൾ അതിനെ ഉപകരണമാക്കുകയാണ്. അതല്ലേ പറ്റുന്നത്. ഇവിടെ എന്നിട്ടിപ്പോ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയാണ്, വസന്ത് പറയുകയാണ് അഡ്ജസ്റ്റ്മെന്റ്. വസന്ത് ആര് തമ്മിലെ അഡ്ജസ്റ്റ്മെന്റ്? ഹിമാചൽ പ്രദേശിൽ ഇന്നലെ വരെ നിങ്ങളുടെ 6 MLA മാർ അഭിഷേക് സിംഗ് മൻവിയോടൊപ്പം മിനിഞ്ഞാന്ന് രാത്രി അത്താഴം കഴിച്ചവർ ഇന്ന് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ ജില്ലയിൽ കാസർഗോഡ് പൈവളികയിൽ നിങ്ങളുടെ ഏക പഞ്ചായത്ത് മെമ്പർ ഒന്നേ ഉള്ളൂ. അതിനെ ഇന്നലെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്തിനാ? ആർക്കാ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ വോട്ട് കൊടുത്തത്? അപ്പൊ നിയമസഭയും പാർലമെന്റും തൊട്ട് പഞ്ചായത്ത് വരെ സകലയിടത്തും നിങ്ങൾ ആരെ കൂടിയാ കോൺഗ്രസ് നിൽക്കുന്നത്? ഇനി നീലിമ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പോ ഈ CMLR കമ്പനിക്കെതിരെ, എക്സാലോജിക്കിനെതിരെ EDയുടെ ഇന്നത്തെ പുറപ്പാട് അഡ്ജസ്റ്റ്മെന്റ്. എന്താ അഡ്ജസ്റ്റ്മെന്റ്? കേരളത്തിലെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഹൈപ്പിലാണ്. പ്രത്യേകിച്ച് ഇലക്ടറൽ ബോണ്ട് CPM ആണ് കേസ് നടത്തി ഈ BJPയുടെ മോഡിയുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുഖ്യമന്ത്രി നയിക്കുന്ന ജനകീയ റാലികൾ വമ്പൻ മുന്നേറ്റമായിട്ട് മാറുന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം തടയണം. ഇടതുപക്ഷം ജയിച്ചാൽ BJPക്ക് ഗുണമില്ല, കോൺഗ്രസ് ജയിച്ചാലേ BJPക്ക് ഗുണമില്ലൂ. നമ്മൾ ഹിമാചലിൽ കണ്ടതുപോലെ, പൈവളികയിൽ കണ്ടതുപോലെ ജനപ്രതിനിധികളെ വിലക്കെടുത്താൽ കിട്ടുമെങ്കിൽ അത് കോൺഗ്രസിന്റെ ആളെ കിട്ടുള്ളൂ. അപ്പോ ഇടതുപക്ഷത്തിന്റെ ഈ പ്രതിച്ഛായ തകർക്കണം. പിണറായി വിജയന് ഇപ്പോഴുള്ള സ്വീകാര്യത തകർക്കണം. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ നമ്മുടെ മുന്നിൽ വലിയൊരു ഉദാഹരണം. വസന്ത് തെങ്ങുംപള്ളിയിലേക്കാണ്. വസന്ത്, ഇപ്പോൾ VPP മുസ്തഫ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുനിന്ന് തുടങ്ങാം. അഡ്ജസ്റ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഗുണവത്താകുന്നത് ആർക്കാണ്, ഗുണപ്രദമാകുന്നത് ആർക്കാണ്? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജയിച്ചു വന്നാലേ BJPക്ക് മുതൽക്കൂട്ടാവൂ എന്നാണ് VPP മുസ്തഫ ഹിമാചൽ പ്രദേശിന്റെ സാഹചര്യം മുൻനിർത്തി നമ്മോട് പറയുന്നത്. അപ്പോൾ താങ്കൾ നേരത്തെ ഉന്നയിച്ച അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് കേരളത്തിൽ ബാധകമാകാനിടയില്ലല്ലോ. അത് യാഥാർത്ഥ്യമല്ലല്ലോ. കാര്യം BPP വളരെ ആധികാരികമായി ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിച്ച ബംഗാൾ, ആ ബംഗാളിൽ 30 വർഷം ജ്യോതി ബസു ഭരിച്ച, ഇത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഹിമാചലിന്റെ അവസ്ഥയാണ്. MLA മാർ, MP മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാരിന് പോയില്ല, ഉപമുഖ്യമന്ത്രിമാർ, പാർട്ടി ഓഫീസ്, പാർട്ടി വോട്ട് ഷെയർ അടക്കം BJPയിലേക്ക് പോയി. അതുകൊണ്ട് CPM-നെ പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ ഗുണം BJPക്ക് തന്നെയാണ്. ഇപ്പൊ നേരത്തെ BJP പ്രതിനിധി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ചോദിച്ചത് വളരെ പ്രസക്തമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പണം ED കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട CPM തന്നെയാണ്. കാര്യം കരിവന്നൂർ കേസിൽ എവിടെ എത്തി നിൽക്കുന്നു? ആ കേസ് സെറ്റിൽഡായി. ഈ പറയുന്ന ലൈഫ് മിഷൻ കേസ് സെറ്റിൽഡായി. ED കേരളത്തിൽ എടുത്ത എല്ലാ കേസുകളും, CPM-നും CPM നേതാക്കൾക്കും എതിരെ എടുത്ത എല്ലാ കേസുകളും ഇതെല്ലാം സെറ്റിൽഡ് ആയെന്ന് കോൺഗ്രസിന്റെ ഒരു വാദം മാത്രമാണ്. ശ്രീ VPP മുസ്തഫ, അങ്ങേക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, 2 തവണ നിങ്ങൾ വസന്തിന് അവസരം കൊടുത്തു, 2 റൗണ്ടിലായിട്ട്. പക്ഷേ ഒരു തവണ പോലും അദ്ദേഹത്തിന് കേന്ദ്രത്തിനെതിരെ പറയാനില്ല. കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ രാജ്യത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിനെ കുറിച്ച് പറയാനില്ല. വസന്ത് പിന്നെയും വരുന്നത് കരുവന്നൂരും ലൈഫും ഉൾപ്പെടെ വെച്ചിട്ട് ഇവിടെ കേരളത്തിൽ എങ്ങനെ പിണറായി വിജയൻ പുട്ടാൻ. കാരണം അവർക്ക് വേണ്ടത് അതാണ്. കേരളത്തിൽ കോൺഗ്രസിന് 4 സീറ്റ് കിട്ടണമെങ്കിൽ പിണറായിയുടെ പ്രതിച്ഛായ ഇല്ലാതാകണം, പിണറായിയെ ജനമധ്യത്തിൽ മോശക്കാരനാക്കണം, ഇടതുപക്ഷത്തിലുള്ള വിശ്വാസ്യത തകർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അജണ്ട നിശ്ചയിച്ചിട്ടാണ് കോൺഗ്രസ് പ്രതിനിധികളുടെ ഇന്നത്തെ ചർച്ച പോലും നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസമെങ്കിലും കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഇന്ത്യ മുന്നണിയുടെ താല്പര്യം വെച്ച് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ കഴിയണ്ടേ? അത് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ശ്രീ A സജീവൻ, അവസാനമായി അങ്ങയിലേക്കാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും എന്നതുപോലെ കേന്ദ്ര ഏജൻസികൾ വീണ്ടും ഇവിടെ വരികയാണ്. ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. തോമസ് ഐസക്കിനെയും അതുപോലെ CMRL വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾക്ക് ED ഇവിടെ തിരികൊളുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയും. തീർച്ചയായിട്ടും EDയുടെ രംഗപ്രവേശനം എന്ന് പറയുന്നത് സംശയത്തോടു കൂടി വേണം നോക്കാൻ. കാരണം ഇപ്പൊ നമ്മുടെ CMRL-ന്റെ കാര്യത്തില് നോക്കിക്കഴിഞ്ഞാൽ, എക്സാലോജിക്കിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് SFIO അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIO അന്വേഷണം നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ED ചാടി എത്തിയിരിക്കുന്നു. ED ചാടിപ്പിടിച്ച ഏതെല്ലാം കേസുകൾ, അതിന് മുമ്പുള്ള കേസുകൾ നമുക്കറിയാമല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ,
ഇതിലൊക്കെ ഒരു കാര്യത്തിലും ഈ തോണി ഒരു സ്ഥലത്തും കൊണ്ടുപോയി കെട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SFIയുടെ അന്വേഷണം നടന്നതിന് ശേഷം അതിലെന്തെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ട് എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ED രംഗത്ത് വരേണ്ടത്. EDക്ക് അത് പോരാ. തെരഞ്ഞെടുപ്പിന്റെ ചൂട് മൂർധന്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് വേണം സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും ഒക്കെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ED ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ഇതിലെ പറഞ്ഞ പോലെ BJPയുടെ നേട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഫണ്ട് തടയുക, മറ്റൊരു തരത്തിൽ അന്വേഷണങ്ങൾ കൊണ്ടുവരിക, സ്ഥാനാർത്ഥികൾക്ക് നീങ്ങാൻ പറ്റാതെ ആവുക, മുഖ്യമന്ത്രി പോലും ജയിലിനകത്താവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് സാമ്പത്തിക നേട്ടമല്ല, അതിന്റെ രാഷ്ട്രീയ നേട്ടം സ്വാഭാവികമായിട്ടും EDക്കല്ല കിട്ടുക. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് പണമുണ്ടാക്കാനും രാഷ്ട്രീയ ലാഭത്തിനുമാണ് എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. ഈ സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.